ഇന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ ഒരു യാത്ര പോയ കഥയാണ് പറയുന്നത് കേട്ടോ. ചേച്ചി എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലൊക്കെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേച്ചിയും പപ്പയും കൂടെ ഒരു യാത്ര പോവാണ്. അമ്മ വന്നില്ല കേട്ടോ. അമ്മ വരാത്തതിന് എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ യാത്ര പോകുന്ന. പെട്ടെന്ന് കുറേ ദിവസമായി ഞാൻ യാത്രയൊക്കെ പോയിട്ട്. അങ്ങനെ ആ സന്തോഷത്തിലായിരുന്നു. ചേച്ചിയുടെ മുഖത്ത് നല്ല സന്തോഷമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എവിടെയോ നമ്മൾ ടൂർ പോവുകയാണെന്നൊക്കെ. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എന്നെ ഒരു ബാസ്ക്കറ്റിനകത്താക്കി. ആക്ച്വലി എന്നെ കാറിൻ്റെ സീറ്റിലൊക്കെ ഇരുത്തിയത് അപ്പം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ബാസ്ക്കറ്റിൽ ഇരുത്തി അപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അങ്ങനെയാണ് എന്നെ താഴെ കിടത്തിയത്. അങ്ങനെ ഞാൻ ഒരിടത്ത് എത്തി. അവിടെ എത്തിയപ്പോഴേക്കും എനിക്കെന്തോ മുന്നേ കണ്ട ഒരു ഓർമ്മ കേട്ടോ. നല്ല സ്ഥലം, എനിക്ക് സ്ഥലം എവിടെ, പക്ഷെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ ആ ചെടിയെല്ലാം കണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊക്കെ പോകാൻ പറ്റിയ ഗാർഡൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അവിടെ നല്ല ചെടികളൊക്കെ കണ്ടു ഞാൻ. അപ്പോഴും പിന്നെ വേറൊരു ഡോഗിന്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റിയ സ്ഥലമാണ്. അങ്ങനെ പപ്പ എന്നെ ബാസ്ക്കറ്റിനകത്ത് എടുത്തിട്ട് നമ്മളിങ്ങനെ അകത്തോട്ട് പോയി. ഇപ്പൊ നല്ല പരിചയമുള്ള സ്ഥലം കേട്ടോ. വേറെ ആരൊക്കെയോ ഇങ്ങനെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ എന്നെ പോലത്തെ കുഞ്ഞു മകളെ കൊണ്ട് തിരിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി എന്നെ അവിടെ 2 ചെയറിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് എന്തോ പന്തികേട് തോന്നി. അവിടെയാണ് എന്നെ മുന്നൊരു ദിവസം കൊണ്ടുപോയി വെയിറ്റ് ഒക്കെ നോക്കിയത് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഗൈസ്, ഇത് ഹോസ്പിറ്റലാണ്. ഈ ചേച്ചി എന്നെ പറ്റിച്ച്. ചേച്ചി എന്നെ എന്തിനാ എപ്പോഴെപ്പോഴും പറ്റിക്കുന്നത്? എന്നെ ഇവിടെ എന്തോ ഇഞ്ചക്ഷൻ എന്തോ എടുക്കാൻ കൊണ്ടുവന്നത്. കാര്യം അന്ന് ഇതുപോലെ കൊണ്ടുവന്ന് മെഷീന്റെ പുറത്ത് വെച്ചിട്ട് എന്റെ വെയിറ്റ് ഒക്കെ നോക്കി വെയിറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്നെ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്തത്. എന്നെ കുത്തിവയ്ക്കാൻ കൊണ്ടുവന്ന് എന്നെ അന്ന് പറഞ്ഞു ബൂസ്റ്റർ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത്ര ദിവസം കഴിഞ്ഞ് വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ പപ്പ കൊണ്ടുപോയി അവിടുത്തെ ബെഡിൽ വെച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്ക് വിഷമം തോന്നി. എന്നാലും ചേച്ചി എന്നെ പറ്റിച്ചല്ലോ. അങ്ങനെ പപ്പ പിടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ആന്റി വന്നിട്ട് എന്തോ വെച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി അയ്യോ ഇഞ്ചക്ഷൻ വെക്കാനാണ്, കുത്തിവെക്കാനാണ്. പക്ഷെ ഞാൻ വേദന സഹിച്ചിരിക്കാണ്. പക്ഷെ വലിയ വേദനയൊന്നും എടുത്തില്ല കേട്ടോ. കാലിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. എനിക്ക് ഇക്കിളിയൊക്കെ ആയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചേച്ചീനെ നോക്കി. എന്നാലും ചേച്ചി എന്നെ പറ്റിച്ചല്ലോ. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും സീനറി കാണാനോ ബീച്ചിലോ അല്ലെങ്കിൽ പുറത്തോ പോട്ടെ, വേറെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് അപ്പുറത്ത് കുറേ ആനിമൽസ് ഉണ്ട് കേട്ടോ. അതിന് ഞാൻ അവിടെ ഒരു ക്യാറ്റിനെ ശ്രദ്ധിച്ചു. കുറേ നേരമായിട്ട് ആ ക്യാറ്റിന് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെന്തൊക്കെയോ വയ്ക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും തൂക്കിയിടുന്ന എന്തോ ബോട്ടിലിനകത്ത് തൂക്കിയിട്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ആ ക്യാറ്റ് കുറച്ച് ദിവസമായിട്ട് ടയേർഡാണ്, ഫുഡ് എടുക്കുന്നില്ല, ഒട്ടും ആക്റ്റീവ് അല്ല എന്നൊക്കെ അവിടെ ആരെടുത്തും പറയുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ ഈ വെള്ളം പോലെ ഇരിക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ആ ക്യാറ്റ്. നല്ല ഭംഗിയുള്ള ക്യാറ്റ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇതെന്താ ഈ സാധനം ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞില്ലേ? എനിക്ക് പക്ഷെ വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തു. പപ്പ എനിക്ക് തടവി തന്നു. അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞു എനിക്ക് വേദനയൊന്നും ഇല്ലാന്ന്. അപ്പോഴാണ് ഒരു അങ്കിള് വന്നിട്ട് എന്നെ കുത്തിയത് ഗൈസ്. അപ്പൊ ഇത്രയും നേരം ഇഞ്ചക്ഷൻ എടുത്തതല്ലയോ, എനിക്ക് വേദനിച്ചു. പക്ഷെ ഞാൻ പുറത്തൊന്നും കാണിച്ചില്ല കേട്ടോ. അതിനുശേഷം പപ്പ എന്നെ ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് നെയിൽ കട്ട് ചെയ്ത് ഹെയർ എല്ലാം കട്ട് ചെയ്ത് നൂല് ചേച്ചി എന്നെ തിരിച്ച് ബാസ്ക്കറ്റിലാക്കി. അങ്ങനെ നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലെത്തി. അച്ഛമ്മ ഇന്ന് അമ്പലത്തിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അച്ഛമ്മയുടെ വീട്ടിലെത്തി. കുറെ ദിവസത്തിന് ശേഷമാണ് അച്ഛമ്മയുടെ വീട്ടിലെത്തുന്നത് പോണത്. അങ്ങനെ അച്ഛമ്മയും ഞാനും നുലു ചേച്ചിയും പപ്പയും കൂടെ അമ്പലത്തിലോട്ട് പോകാനുള്ള ഇതിലാണ്. എനിക്കാണെങ്കിൽ ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉറക്കം വരുന്നു, എന്ത് ചെയ്യണം, എല്ലാം മോളിൽ കിടത്തി അവർ ബാസ്ക്കറ്റിനകത്ത് വെച്ചു. പക്ഷെ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ തിരിച്ച് എന്നെ താഴെ തന്നെ കിടത്തി. താഴെ ഇരുന്നപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇഞ്ചക്ഷൻ എടുത്ത പെയിനും പിന്നെ എന്തോ എനിക്ക് ഭയങ്കര ടയേർഡ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഫുഡ് കഴിക്കാനും ഒന്നും വയ്യായിരുന്നത്. ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത് കേട്ടോ. 2 ദിവസം ഇഞ്ചക്ഷൻ എടുത്തിട്ട് പക്ഷെ ഞാൻ ഇപ്പോഴാണ് എല്ലാം ഒന്ന് ഓക്കെ ആയി റെഡി ആയത് കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.